കല്ലുവാതുകൽ പഞ്ചായത്ത് ഹൈസ്കൂൾ കുട്ടികൾക്കും യാത്രക്കാർക്കും ആപത്തായി തേനീച്ചക്കൂട്ടം. കല്ലുവാതുകൽ ഹൈസ്കൂളിന് സമീപമുള്ള മരത്തിലാണ് തേനീച്ചക്കൂട്ടത്തെ കണ്ടെത്തിയത്. അപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം ഒരു 8 മണിയോളമായി, 8 മണി 8:15 സമയമായപ്പോഴത്തേക്ക് പരുന്ത് വന്ന് ആ മരത്തിൻ്റെ മുകളിലുള്ള തേനീച്ചക്കൂടിനകത്ത് കൊത്തി. അപ്പോൾ അതെല്ലാം കൂടെ ഇളവി നമ്മളെല്ലാവരും ഓടി. ഏകദേശം ഒരു 10-25ഓളം പേരുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ. കളിക്കാനും കാണാനും നടക്കാനും ഒക്കെ വന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ എല്ലാവരും ഓടി, കുറേ പേർക്കൊക്കെ കടി കിട്ടി. അതിനകത്തൊരു 4-5 പേര് ഹോസ്പിറ്റലിൽ പോയി. പാരപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. പിന്നെ ഇത് ഇന്നലെയും ചെറിയ ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. സ്കൂളും തൊട്ടടുത്ത് സ്കൂളും ഉള്ളതാണ്. പിന്നെ രാവിലെ പെൺകുട്ടികളും ഉൾപ്പെടെയുള്ള ബോക്സിങ് പ്രാക്ടീസും കാര്യങ്ങളും ഇന്നും ഉണ്ടായിരുന്നു. രാവിലെ ബോക്സിങ് ഭാഗ്യത്തിന് അവർ പോയതിന് ശേഷമാണ് സംഭവം നടന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം കബഡിയുടെ പ്രാക്ടീസ് ഉണ്ട്. വൈകുന്നേരം പിള്ളേർ ഫുട്ബോൾ കളിക്കാൻ വരുന്നതാണ്. ഇത് ഏകദേശം ഒരാഴ്ച കൂടുതലായി സാധനം ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അന്നൊന്നും നമുക്കൊരു ശല്യമില്ലാത്തത് കൊണ്ട് ഒന്നും ആയില്ല എന്നുള്ളൂ. ഇന്നലെ തൊട്ടാണ് ഇത് പരുന്ത് കൊത്തുന്നതാണെന്നാണ് തോന്നുന്നത്. നല്ല പൊക്കത്തിലുള്ളതായതുകൊണ്ട് പെട്ടെന്നൊന്നും ചെയ്യാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കുട്ടികൾക്ക് ഇതൊരു ഭയങ്കര ഡേഞ്ചർ തന്നെയാണ്. അതെന്തായാലും അധികൃതർ ഇടപെട്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. സ്കൂൾ കുട്ടികൾക്കും സമീപവാസികൾക്കും തേനീച്ചകൾ ഒരു ഭീഷണിയായി മാറുന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അധികൃതരോട് പറയാനുള്ളത്.